ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 24 അധ്യായം 36 വാക്യം. ആ ദിവസത്തെക്കുറിച്ചോ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ. ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ക്ഷണികത എന്താണ് എന്ന് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് പല പാപങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ ലോക സുഖങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുന്നത്. നമ്മുടെയൊക്കെ ജീവിതം വളരെ ക്ഷണികമായിട്ടോ. നമുക്കറിയില്ല നമ്മളൊക്കെ എത്ര നാള് ജീവിച്ചിരിക്കുമെന്ന്. അതാ വചനത്തിലൂടെ എൻ്റെ ഈശോ കൃത്യമായിട്ട് പറയുന്നത്, പിതാവിന് മാത്രമാണ് അറിയുന്നത് നിന്റെ ജീവിതത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നാളെ ഒരു ദിവസം, നാളെ പോട്ടെ, ഇന്നതെ അടുത്ത ഒരു നിമിഷം പോലും എൻ്റെ ജീവിതത്തില് ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയാനായിട്ട് നമുക്കാർക്കും സാധിക്കത്തില്ല. അത്രയേറെ ക്ഷണികമായ ഒരു ജീവിതമാണ് നമുക്കുള്ളത്. ഈ ഒരു വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്താ? ഈ ക്ഷണികമായ ജീവിതത്തില് നീ എപ്രകാരം ജീവിക്കണം? ലോകസുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും സമ്പത്തിന്റെയും പിന്നാലെ ഓടേണ്ട വ്യക്തിയല്ല നീ. ദൈവത്തോട് ചേർന്ന് വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നിനക്ക് ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പലപ്പോഴും അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ, ഈ ലോകത്തിലേക്ക് വരുന്നത് വെറും കൈയോടെയാണ്, ഈ ലോകം വിട്ടു പോകുന്നതും വെറും കൈയോടെ മാത്രമാണ്. എനിക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ ഭൂമിയിൽ ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ മാത്രമാണ്. വേറൊന്നും, ഞാൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ജോലി കൊണ്ടുപോകാൻ പറ്റുമോ? എൻ്റെ ആരോഗ്യം കൊണ്ടുപോകാൻ പറ്റുമോ? ഇതൊന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുന്നത് എൻ്റെ ജീവിതത്തില് ഈ ഭൂമിയില് സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്ത പുണ്യപ്രവർത്തികൾ മാത്രമാണ്. അതുമായിട്ട് ദൈവസന്നിധിയിൽ പോകാൻ പറ്റത്തുള്ളൂ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത നമുക്ക് തിരിച്ചറിയണം. അതുകൊണ്ട് എപ്പോഴും ഒരുക്കത്തോടുകൂടി ഇരിക്കണം. ഏത് നിമിഷമാണ് എൻ്റെ ദൈവം എന്നെ തിരിച്ചു വിളിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അടുത്ത ഒരു നിമിഷം എൻ്റെ ദൈവം പറയും, മോനെ നീ ഇങ്ങ് പോരെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാൻ പറ്റുമോ? അതോ ദൈവത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട വ്യക്തിയായിട്ട് ഞാൻ മാറുമോ? സ്നേഹമുള്ളവരെ, ഈ ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, ഈ ഒരു ചിന്ത എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ഒരു പാപത്തിനും അടിമപ്പെട്ടുകൊണ്ട് ലോകസുഖങ്ങളുടെ പിന്നാലെ ഓടത്തില്ല. മറിച്ച് എപ്പോഴും വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ക്ഷണികത തിരിച്ചറിയുവാനായിട്ട്, എപ്പോഴും ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട്, ഏത് നിമിഷം എൻ്റെ ദൈവം വിളിച്ചാലും സന്തോഷത്തോടുകൂടി ആ വിളി സ്വീകരിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടും നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും, പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.